ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് മുസ്ലിം ലീഗ് ലോ കമ്മീഷന് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും നിലപാട് പറഞ്ഞതാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തട്ടിക്കൂട്ട് സംവിധാനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് BJPക്ക് വേണ്ടി ഒരു ഐവാഷിംഗ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല. അത് മാത്രമല്ല, അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല. അത് തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും. വളരെ ദോഷമാണ്. ഞങ്ങളിത് ഇലക്ഷൻ ലോ കമ്മീഷനിലും ഇലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത്, ഹോൾഡിംഗ് സൈമൾട്ടേനിയസ് election will tinker with the democracy basic structure of constitution and federal policy of the country. Further, this constitutional and which is unconstitutional and anti-democratic. Unconstitutional and anti-democratic ആണ് എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം. RSP അത് തന്നെ പറഞ്ഞു, ഇന്ത്യ മുന്നണി അത് തന്നെ പറഞ്ഞു. കൊട്ടാരക്കരയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി സരസ്വതി അമ്മയാണ് മരിച്ചത്. ഭർത്താവ് സുരേന്ദ്രൻ പോലീസിൽ കീഴടങ്ങി. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് എഴുതുന്നുണ്ട്. വിനീഷ്, എപ്പോഴായിരുന്നു സംഭവം? എന്തോ അതിദാരുണമായ ഒരു സംഭവമാണ് കൊട്ടാരക്കരയിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. കൊട്ടാരക്കര പള്ളിക്കലിലാണ് ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച ശേഷം മരണം ഉറപ്പാക്കാൻ വെട്ടിക്കൊന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത്. പള്ളിക്കൽ സ്വദേശിനിയായ സരസ്വതി അമ്മ, 50 വയസ്സുള്ള സരസ്വതി അമ്മയാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. കൃത്യം നടത്തിയ ശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ പതിവായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്.